ഹലോ. അപ്പോൾ എല്ലാവരും തിരുവോണമൊക്കെ അടിച്ചു പൊളിച്ചു അല്ലേ? ഞാനിത് തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ട്, അതായത് ഇന്നലെ വൈകിട്ട് എടുത്ത വീഡിയോ ആണിത് കേട്ടോ. ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു, ഫുള്ള് ബിസി ആയിപ്പോയി. ഇന്നലെ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആകപ്പാട് ക്ഷീണിച്ചു പോയി. സദ്യ ഉണ്ടതിൻ്റെയൊക്കെ ക്ഷീണമായിരുന്നു. പിന്നെ പിള്ളേർ രണ്ട് നിർബന്ധവും വഴക്കുമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ ഞങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി. അപ്പം നമ്മൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ചെമ്മന്തൂരാണ് ചേച്ചിയുടെ വീട്. അപ്പം നമ്മുടെ ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അകത്തോട്ട് കിടക്കുന്ന വഴി കൂടെ കയറിപ്പോയാൽ മതി. കണ്ടോ ഗൈസ് അവിടുത്തെ തിരക്ക്? എന്തൊരു തിരക്കാണെന്നറിയോ? തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് റോഡിലങ്ങ് നിൽക്കാൻ പറ്റാത്ത തിരക്ക്. അത് കണക്ക് വണ്ടികളൊന്നും പോകാൻ പോലും സ്ഥലമില്ലാത്ത കണക്ക് തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പോൾ പുള്ളിക്കാരി ചെറിയൊരു അത്തപ്പൂക്കളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം കേട്ടോ. ചെറിയ അത്തപ്പൂവാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ലച്ചൂസാണെങ്കിൽ എവിടെ ചെന്നാലും ലച്ചൂസിന് ഈ കരച്ചിൽ തന്നെ, എപ്പോഴും വഴക്കും നിർബന്ധവുമാണ് പുള്ളിക്കാരിക്ക്. കല്ലൂസിന് പിന്നെ അങ്ങനെയൊന്നുമില്ല. കല്ലൂസാണെങ്കിൽ ഓടി നടന്നോളും, വീട്ടിലെല്ലാം ഓടി നടക്കും. എല്ലാവരോടും ഭയങ്കര പെട്ടെന്ന് കമ്പനി ആവുന്നൊരു ടൈപ്പ് നമ്മുടെ കല്ലൂസ്. അപ്പോൾ അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ ഈ പൂച്ചക്കുട്ടിയുടെ പുറകെ ആയിരുന്നു. ആദീസും കല്ലൂസും കൂടെ പൂച്ചക്കുട്ടിയായിട്ട് അവിടെ എല്ലാം ആയിട്ട് ഓടിക്കുമായിരുന്നു. അപ്പോൾ കണ്ടോ ഗൈസ്, നമ്മുടെ ചേച്ചിയുടെ മോന് കിട്ടിയ ട്രോഫികളാണ് ഈ ഇരിക്കുന്നതെല്ലാം. പുള്ളിക്കാരൻ ഒരു വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെയാണ് കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര ഒരു കഴിവ് തെളിയിച്ച ഒരു പ്രതിഭ തന്നെയാണ്. പുള്ളിക്കാരന് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങളും കാര്യങ്ങളുമൊക്കെ നേടിയ ഒരു മികച്ച കലാകാരനാണ് നമ്മുടെ അഭിരാം സുന്ദർ എന്നാണ് മോൻ്റെ പേര്. അപ്പം നമ്മളിങ്ങനെ അവിടെ വന്നു. പിന്നെ കുറേ നേരം അവിടെ നിന്നു. അമ്മയ്ക്കാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓണമായിട്ട്. അങ്ങനെ വന്നു. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ജസ്റ്റ് സർപ്രൈസായിട്ട് ചേട്ടൻ ഞങ്ങളെ എൻ്റെ അമ്മയുടെ സ്ഥലം കക്കോടാണ്. കക്കോട് നമുക്കൊരു വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് അവിടെ വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് കക്കോട് വരെ പോവാണ്. അപ്പോൾ നമ്മുടെ തൂക്കുപാലത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. തൂക്കുപാലത്തിലെല്ലാം നിറയെ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മുടെ തൂക്കുപാലത്തിൻ്റെ രണ്ട് സൈഡിലും നിറച്ച ദീപാലങ്കാരങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ തൂക്കുപാലം. നമ്മളിവിടെ ഉള്ളവർക്ക് അത്ര വിലയില്ലെങ്കിൽ പോലും നമ്മളിവിടുന്ന് അങ്ങോട്ട് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പം പുനലൂർ തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ആർക്കായാലും അറിയാം. നമ്മളെപ്പോലും പുനലൂരുകാരെ അറിയപ്പെടുന്നത് പുനലൂർ തൂക്കുപാലത്തിൻ്റെ ആ ഒരു ലേബലിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ കക്കോടൊക്കെ വന്നു. അപ്പം നമ്മുടെ കുരിശടിയാണിത്, കക്കോട് കുരിശടി. ഞങ്ങളൊക്കെ കൊച്ചുനാളെ എപ്പോഴും ഇവിടെ വന്ന് മെഴുകുതിരിയൊക്കെ കത്തിക്കുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പറയുമായിരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ TB ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡിൽ നമ്മുടെ ഓട്ടോ റിക്ഷ ഡ്രൈവർമാരൊക്കെ അത്തപ്പൂക്കളമാണിത് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. എല്ലാ വർഷവും ഇവിടെ ഇവർ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇവരിവിടെ അത്തപ്പൂക്കളങ്ങൾ ഒരുക്കാറുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. രാത്രിയായിട്ട് പോലും പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് വാടാതെ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ടൗണിലൊക്കെ എത്തി. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. കല്ലൂസിന് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മളിങ്ങനെ തൂക്കുപാലത്തിൻ്റെ അടുത്തൂടെ തന്നെ കയറി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെന്തായിരുന്നു, അപ്പം നമ്മുടെ NK സിൽക്സിൻ്റെ ഒരു കാഴ്ചയും കൂടാണ് ഈ സൈഡിൽ കാണുന്നത്. NK സിൽക്സും രാധാസും ഇത് രണ്ടും അടിപൊളിയായിട്ട് നല്ല ദീപാലങ്കാരങ്ങളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ ടൗണിലൊക്കെ കറങ്ങി വീട്ടിലെത്തിയപ്പോഴത്തേക്കും 11 മണിയൊക്കെ ആയായിരുന്നു. പിള്ളേർ പിന്നെ ബഹളവും കളിയൊക്കെ ആയിരുന്നു.